തറക്കല്ലിട്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ വരെ പേര് വന്നേക്കാവുന്ന ഞങ്ങളെ നാട്ടിലെ പാലത്തിന്റെ കഥയാണിത്. പുറം നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ വക നൽകുന്ന നടമ്മൽക്കടവ് പാലത്തിന്റെ കഥ. നടമ്മൽപോയിൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിരിച്ചുകൊണ്ടവർ ചോദിക്കും, ഇത്തവണയെങ്കിലും പാലം വരുമോ? എന്നിട്ടവർ പിന്നെയും ചിരിക്കും. എന്നാൽ കേട്ടോളൂ, പാലം പണി തുടങ്ങുന്നു. അങ്ങ് ഡൽഹിയിൽ വരെ പാലം പണിക്കുള്ള സാധനം വന്നു തുടങ്ങിയെന്നാണ് കരക്കമ്പി. ഒരു പക്ഷേ ഇത്തവണ ഒരു നാടിന്റെ സ്വപ്നം പൂവണിഞ്ഞേക്കും. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ നടമ്മൽപോയിലിനെയും കരിയേറ്റുപറമ്പിലിനെയും ബന്ധിപ്പിക്കുന്നതാണ് നടമ്മൽക്കടവ് പാലം. പാലത്തിനെ കഥം പറഞ്ഞു തുടങ്ങുമ്പോൾ ഏതാണ്ട് പണ്ട് എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും. മാനിപുരത്തുള്ള പാലം പോലും ഞങ്ങളുടെ പൂർവികരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ വേണ്ടാന്ന് പറഞ്ഞ് നിരസിച്ചത് കൊണ്ട് മാത്രം മാനിപുരത്തൊരു പാലം വന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു. ഞങ്ങളുടെ പാലത്തിന്റെ കഥയിലോട്ട് വരാം. കേരളം അച്ചുമാമൻ ഭരിച്ചിരുന്ന കാലം, അവസാന കാലം. അന്ന് കൊടുവള്ളി MLA ആയിരുന്ന റൈംകയും 10-20 പേരും വന്ന് തറക്കല്ലിട്ടുവെന്നോ അതോ തറക്കല്ലിടാനുള്ള കല്ലിറക്കിയെന്നോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൂപ്പരും കൂട്ടരും അങ്ങാടിയിലൂടെ നടന്നുപോയൊരു ചെറിയൊരു ഓർമ്മ എനിക്കുമുണ്ട്. റൈംകയും കൂട്ടരും നടന്നുപോയ വഴിക്ക് പുല്ലുമുളച്ചു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. പിന്നെ നമ്മുടെ ചാണ്ടി സാറിന്റെ ഭരണകാലം 2011 ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ കൊണ്ടുവന്ന് നമ്മുടെ ഉമ്മർ മാസ്റ്ററും തറക്കല്ലിടിച്ചു. 1.5 സ്റ്റേജും സൗണ്ടുമൊക്കെയായി നമ്മുടെ നടമ്മൽപോയിൽ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് വെച്ചൊരു 1.5 ചടങ്ങ്. ചടങ്ങിൽ വെച്ച് പാലം പറഞ്ഞ സമയത്ത് പണി തീർത്താൽ ഉമ്മർ മാസ്റ്റർക്ക് സ്വർണ്ണമോതിരം സമ്മാനിക്കാമെന്ന് പറഞ്ഞാണ് നമ്മളെ ഇബ്രാഹിം സ്ഥലം വിട്ടത്. സ്വർണത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടോ സ്വർണത്തിന് ഇന്നത്തെ അത്ര വിലയില്ലാഞ്ഞിട്ടോ അത് ഉമ്മർ മാസ്റ്റർക്ക് ചുളിവിൽ അങ്ങനെ ഒരു സ്വർണ്ണ മോതിരം കിട്ടണ്ട എന്ന് കരുതിയിട്ടോ നാട്ടുകാർ ഉദ്യോഗസ്ഥർ പാറ വെച്ചതാണോ എന്നും അറിയില്ല. ഒന്നും സംഭവിച്ചില്ല. പിന്നെയും ഓരോ തെരഞ്ഞെടുപ്പുകൾ വന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും UDFും LDFും ഓരോ പാലം വെച്ചു തന്നു. പിന്നെ BJPക്കാർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തത് കൊണ്ടായിരിക്കാം അവരൊരെണ്ണം പോലും തന്നില്ല. അങ്ങനെ ചാണ്ടി സാറിന്റെ കാലം കഴിഞ്ഞ് ക്യാപ്റ്റന്റെ കാലം. വിജയേട്ടന്റെ കാലത്ത് കാരാപ്രസാദ് സാഹിബും വന്നു. മൂപ്പര് തറക്കല്ലിടാനൊന്നും മുതിർന്നില്ല. പക്ഷേ പുള്ളിയും നിരന്തരം ഒഴിവിട്ടത് പാലത്തെ പറ്റിയായിരുന്നു. എന്നാലും ഒരു സത്യം പറയാലോ, പുള്ളിയാണ് നടമ്മൽപോയിലിന് മനോഹരമായ പാലത്തിന് ചേർന്ന ഒരു റബ്ബറൈസ്ഡ് റോഡ് ഒരുക്കിയത്. അദ്ദേഹമാണെന്ന് പറയാതെ വയ്യ. ആ 5 കൊല്ലം ഉദ്യോഗസ്ഥർ വന്നുപോയതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ 2ാം പിണറായി ഭരണം. നമ്മുടെ മുനീർക്ക MLAയും നാട്ടുകാർ പുള്ളിയെ കാണുമ്പോഴൊക്കെ ചോദിക്കും, പാലം എന്നാ. അങ്ങനെ മൂപ്പരും 5ാം വർഷത്തെ അവസാനത്തിൽ വന്നു. ഇത്തവണ തറക്കല്ലിടാനല്ല, പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. മന്ത്രി റിയാസ്ക ഓൺലൈനായി നടത്തി. അങ്ങനെ എണ്ണ പൈസ ലാഭിച്ചതാവും പുള്ളി. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടന്ന പ്രവൃത്തി ഉദ്ഘാടനം. മുമ്പത്തെ അനുഭവങ്ങൾ ഉള്ളിലുള്ള നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല പാലം വരുമെന്ന്. വന്ന് എന്നൊരു മൈൻഡ്. അതിലേക്ക് അങ്ങ് ഡൽഹിയിൽ നിന്നൊക്കെ പലതും വരുന്നുണ്ടെന്ന കരക്കമ്പിയിൽ പാലം പണി നടക്കുമെന്ന പ്രതീക്ഷ കൈവിടാനും ഒരുക്കമല്ല നാട്ടുകാർ. ഏതായാലും പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ഇബ്രാഹിം മാസ്റ്ററെ പോലുള്ള ഒരുപാട് പൂർവികരായിട്ടുള്ള ആളുകളെ ഓർത്തുപോകും. ഏതായാലും ആ നാടിന്റെ, എൻ്റെ നാടിന്റെ സ്വപ്നം പൂവണിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.